രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ബാലകൃഷ്ണൻ പെരിയ. ജില്ലയിലെ കോൺഗ്രസിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തകർത്തുവെന്നും ബാലകൃഷ്ണൻ പെരിയ. കാസർഗോഡ് കോൺഗ്രസിലെ തർക്കത്തിൽ പെരിയ ഉൾപ്പെടെ 4 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KPCC പുറത്താക്കി. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, തീർച്ചയായും ഇത്തരത്തിൽ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 4 പേരെയാണ് അല്പസമയം മുമ്പ് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KPCC പുറത്താക്കിയത്. അതിന് പിന്നാലെയാണ് ബാലകൃഷ്ണൻ പെരിയ ഇത്തരത്തിലൊരു ആരോപണവുമായിട്ട് രംഗത്തെത്തിയത്. അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പ്രതികരണവുമായി വന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? കാസർഗോഡ് കോൺഗ്രസിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ അന്വേഷണ സമിതിക്കും രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ശക്തമായ വിമർശനവുമായി ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നത്. കാസർഗോഡ് കോൺഗ്രസിലെ തർക്കം തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമായി നേതാക്കൾ വിഴുപ്പിളക്കുന്ന തരത്തിൽ രംഗത്ത് വന്നിരുന്നു. ഈ ബാലകൃഷ്ണൻ പെരിയയും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും പരസ്പരം ഫേസ്ബുക്കിൽ കുമ്പുകോർക്കുന്ന നിലയിലായി തർക്കങ്ങൾ എത്തിയ സമയത്താണ് KPCC അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. ഈ അന്വേഷണ സമിതിയാണ് ഇപ്പോൾ KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. സ്ഥലത്തെ പ്രാദേശിക CPM നേതാവിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവർക്കെതിരെ രംഗത്ത് വന്നത്. എന്നാൽ പാർട്ടി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തങ്ങൾക്കെതിരെ രംഗത്ത് വന്നത് എന്ന ആരോപണമായിരുന്നു ഇവർ തിരിച്ചുന്നയിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഏകപക്ഷീയമായി 4 പേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായാണ് നടപടിക്ക് പിന്നാലെ ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഈ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് താൻ തന്നെ മൊഴി നൽകിയതാണ്. തന്നെ പ്രാദേശികമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ക്ഷണിച്ചിട്ടാണ് പങ്കെടുത്തത്. രാഷ്ട്രീയം കലരാത്ത ചടങ്ങിൽ പങ്കെടുത്തു എന്ന പേരിലാണ് പുറത്താക്കൽ. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഉണ്ണിത്താൻ ജില്ലയിലെ കോൺഗ്രസിനെ തകർത്തുന്ന വലിയ ആക്ഷേപമാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പല സാധനങ്ങളും എടുത്തു മാറ്റി മതപരമായ സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ ഉണ്ണിത്താൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്നത്. ഇതിനായി മുമ്പ് നെറ്റിയിൽ കുറിയണിഞ്ഞിരുന്ന ഉണ്ണിത്താൻ നെറ്റിയിലെ കുറി മായ്ച്ചു. ഉണ്ണിത്താനെതിരായ യുദ്ധം ഇന്നു മുതൽ ആരംഭിക്കുന്നു എന്ന വലിയൊരു വെല്ലുവിളിയാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് PK ഫൈസലും തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് വലിയ ആക്ഷേപം ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ സമിതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണ സമിതി ഏകപക്ഷീയമായി പ്രവർത്തിച്ചു എന്നാണ് ബാലകൃഷ്ണൻ പെരിയ ആക്ഷേപിക്കുന്നത്. ഉണ്ണിത്താൻ അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കി തങ്ങൾക്ക് നീതി ലഭിച്ചില്ല. KPCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാൽ നടപടിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് തന്നോട് പറഞ്ഞുവെന്നും ബാലകൃഷ്ണൻ പെരിയ വലിയൊരു ആക്ഷേപമായി ഉന്നയിക്കുകയാണ്. ഏതായാലും കാസർഗോഡ് കോൺഗ്രസിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് 4 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. പ്രാദേശികമായി പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളുകളാണ് ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇവർക്കെതിരെ എടുത്ത നടപടി കാസർഗോട്ടെ കോൺഗ്രസിനകത്തെ തർക്കം വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ വളരുന്നതിന് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.